ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത കാവിൽ പൂജ ഉണ്ടായിരുന്നു കേട്ടോ. തിരക്കേറിയ കാര്യങ്ങളെക്കാളും ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ചെറിയ ചെറിയ കൂട്ടായ്മകളാണ് കേട്ടോ. വീട്ടുകാരും തൊട്ടടുത്തുള്ള അയൽക്കാരും മാത്രമുള്ള ഒരു ചടങ്ങ് മനസ്സിന് ഒരുപാട് സമാധാനം നൽകുന്ന ഒരു ദിവസമായിരുന്നു അന്നു. രക്ഷസിൻ്റെയും നാഗത്തിൻ്റെയും പ്രതിഷ്ഠകളാണ് കേട്ടോ അവിടെ വരുന്നത്. ആദ്യം രക്ഷസിൻ്റെ അടുത്ത് പൂജകളൊക്കെ കഴിഞ്ഞ് നാഗക്കാവിലേക്ക് പോയിട്ടോ. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഒരുപാട് തിക്കും തിരക്കൊന്നുമില്ലാതെ വളരെ സമാധാനമായിട്ട് തൊഴാനൊക്കെ നമുക്ക് സാധിച്ചു. ഭക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാട്ടോ തൊട്ടടുത്താണെങ്കിലും എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിച്ചേർന്നൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു അന്ന്. പൂജ കഴിഞ്ഞ് നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടോ. നല്ല പാൽപ്പായസവും അവിലും മലരും തീർത്തും ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. നിറയെ വൃക്ഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നല്ല തണുപ്പായിരുന്നു. സിയുടെയും ഫാൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു സദ്യ കൂടി ഉണ്ട് കേട്ടോ. അവിയലും സാമ്പാറും പച്ചപ്പയർ തോരനും കാവത്തിൻ്റെ പുഴുക്കും കോവയ്ക്ക മീൻകറിയും മാങ്ങച്ചാറും പപ്പടവും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു അടിപൊളി സദ്യ. അതൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു.